മിസ് ആണ്. അപ്പൊ മിസ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗെയിം എന്താന്ന് ചോദിച്ചാൽ മിസ് ഒരു വേർഡ് പറഞ്ഞു തരും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ വേർഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഓരോ സെന്റൻസ് സംസാരിക്കുന്നതെന്ന് മിസ്സിന്റെ കുട്ടികള് മിസ്സിനോട് പറഞ്ഞു തരണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോടാ കുഞ്ഞാ? ലെറ്റ്സ് പ്ലേ എ ഗെയിം. നമുക്ക് എന്താണ്, നമുക്ക് ഇന്നൊരു ഗെയിം കളിക്കാം. ഓക്കെ, ആ ഗെയിമില് മിസ് ഇതാ കൊണ്ടുവന്നിരിക്കുന്ന വേർഡ് ഏതാണ്? ഐ ആം എന്ന് പറയുന്ന വേർഡാണ് അല്ലെ. അപ്പൊ എന്താണ് ഈ ഐ ആം എന്ന് വെച്ചാല്? ഐ ആം എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ, എനിക്ക് എന്നൊക്കെയാണ് ഈ ഐ ആം എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. അപ്പം ഐ ആം എന്നുള്ള വേർഡ് മിസ്സിന്റെ കുട്ടികൾ പഠിച്ചു. ഇനി ഈ വേർഡ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക എന്നുള്ളത് മിസ്സിന്റെ കുട്ടികൾ മിസ്സിനോട് പറഞ്ഞു തരണം. അപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ മിസ് നിങ്ങളോട് പറഞ്ഞു തരും. ഓക്കെ, ഫസ്റ്റ് ഈ ഐ ആം വെച്ചിട്ട് എങ്ങനെയാണ് സംസാരിക്കുക എന്ന് മിസ് പറഞ്ഞു തരും. അതിനുശേഷം ബാക്കിയുള്ള സിറ്റുവേഷനിൽ എന്താ നമ്മൾ ഐ ആം വെച്ചിട്ട് പറയാന്നുള്ളത് മിസ്സിന്റെ കുട്ടികൾ മിസ്സിനോട് പറഞ്ഞു തരണം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് സെന്റൻസ് തന്നെ നോക്കിക്കേ, ഹാപ്പി. എന്താണ്? നമ്മൾ സന്തോഷമായിട്ടിരിക്കുകയാണല്ലേ. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഐ ആം ഹാപ്പി എന്ന് പറയും അല്ലെ. ഞാൻ ഭയങ്കര സന്തോഷവാനാണ് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷവതിയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ ആം ഹാപ്പി എന്നാണ് പറയുക. നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഭയങ്കര ഹാപ്പി ആണ് എന്നാണ്. അപ്പം ഐ ആം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പറയുന്നതെന്ന് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ മിസ് ഒന്ന് ചോദിക്കട്ടെ, നമുക്ക് സങ്കടമുള്ളപ്പോ, നമുക്ക് സങ്കടമാണല്ലേ, അച്ഛനും അമ്മയും ഒക്കെ വഴക്ക് പറഞ്ഞാലോ അല്ലെ കൂട്ടുകാരോട് പിണങ്ങിയാലോ ഒക്കെ നമുക്ക് സങ്കടം വരൂലേ? അങ്ങനെ സങ്കടമുള്ളപ്പോ ഈ ഐ ആം വെച്ചിട്ട് നമ്മൾ എങ്ങനെയാ പറയാ കുഞ്ഞാ? അതാ നോക്കിക്കേ, ഐ ആം സാഡ്. എങ്ങനെയാ പറയാ? ഐ ആം സാഡ്, എനിക്ക് സങ്കടാണ്. ഇങ്ങനെയാ പറയാ, എനിക്ക് സങ്കടാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ ആം സാഡ് എന്നാണ് പറയുക. അപ്പൊ നമ്മളിതാ ഐ ആം വെച്ചിട്ട് 2 വാക്ക് പഠിച്ചല്ലേ. ഇനി നമുക്ക് വേറൊരു സിറ്റുവേഷൻ നോക്കാം. എനിക്ക് ഭയങ്കര ക്ഷീണാണ്. നിങ്ങൾ കളിച്ച് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ക്ഷീണം വന്നു. അപ്പൊ എങ്ങനെയാ പറയാ? അതൊന്ന് പറഞ്ഞു തന്നേ. യെസ്, ഇത് നോക്കി വായിച്ചിട്ട് മിസ്സിന് പറഞ്ഞു തന്നേ. എങ്ങനെയാണ് പറയാ? ഐ ആം ടയേർഡ്. എന്താ പറയാ? എനിക്ക് ഭയങ്കര ക്ഷീണാണ്. എങ്ങനെയാ പറയാ? ഐ ആം ടയേർഡ്, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, എനിക്ക് വയ്യാന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ ആം ടയേർഡ്. എങ്ങനെ പറയും? മിസ്സിന്റെ കൂടെ വായിച്ചേ, ഐ ആം ടയേർഡ്. എന്താ പറയാ? ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്, ഐ ആം ടയേർഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അടുത്ത വാക്ക് പിടിച്ചോ. വിശക്കാണ്. മിസ്സിന്റെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് വിശക്കാണ്. അപ്പൊ എങ്ങനെയാ പറയാ? അമ്മയെ വിശക്കുന്നു, ആഹാരം കൊണ്ട് താന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഐ ആം ഹംഗ്രി. എന്താണ്? എനിക്ക് ഭയങ്കര വിശക്കാണ്. മിസ്സിന്റെ കുട്ടികൾക്ക് വിശക്കാണെങ്കിൽ എന്താ വിളിച്ചു പറയാം? അമ്മേന്റെ അടുത്ത് ഐ ആം ഹംഗ്രി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് വിശക്കാണ് എന്നാണ് അതിന്റെ അടുത്ത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഐ ആം ഹംഗ്രി. എന്താണ്? മിസ്സിന്റെ കുട്ടികളൊന്ന് വായിച്ച് ഒന്ന് പറഞ്ഞു തന്നെ എങ്ങനെയാ പറയാന്ന്? ഐ ആം ഹംഗ്രി, എനിക്ക് വിശക്കാണെന്ന് പറയും. ഐ എം ഹംഗ്രി എന്ന് പറയും അല്ലേ. ഇനി നമുക്കിത് അടുത്ത വാക്ക് നോക്കാം. നിങ്ങൾ പേടിച്ചിരിക്കുക, എന്തെങ്കിലും കണ്ട് നമ്മൾ പേടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ പറയാം? ഐ എം സ്കേർഡ്. എങ്ങനെ പറയാം? ഐ ആം സ്കേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് പേടിയാവുന്നു, ഞാൻ പേടിച്ചു എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാ? ഐ ആം സ്കേർഡ്. മിസ്സിന്റെ കുട്ടികളൊന്ന് വായിച്ചേ, ഐ ആം സ്കേർഡ്. എങ്ങനെ പറയാം? ഐ ആം സ്കേർഡ് എന്ന് പറയാം അല്ലെ. പേടിയുള്ളപ്പോ നമുക്ക് ഐ ആം സ്കേർഡ് എന്ന് പറയാം. ഇനി അതല്ല, നിങ്ങൾക്ക് ദാഹിക്കുകയാണ്. ഓക്കെ, നമ്മൾ വിശക്കുന്നതിന് ഐ ആം ഹംഗ്രി എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞല്ലേ. ദാഹിക്കുകയാണ്, നമുക്ക് വെള്ളം വേണം. അപ്പൊ എന്താ പറയാ? ഒന്ന് വായിച്ചു തന്നെ മിസ്സിന്. എന്താ പറയാ? ഐ ആം തേഴ്സ്റ്റി. എന്താണ്? എനിക്ക് ദാഹിക്കുകയാണ്. എങ്ങനെ പറയും? ഐ ആം തേഴ്സ്റ്റി. എനിക്ക് ദാഹിക്കുകയാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ ആം തേഴ്സ്റ്റി എന്ന് പറയണം. എനിക്ക് ഭയങ്കര ദാഹമാണെന്ന് ഐ ആം തേഴ്സ്റ്റി എന്ന് നമുക്ക് പറയാം അല്ലേ. ഇനി അടുത്ത് നോക്കിക്കേ, ഭയങ്കര കൺഫ്യൂഷൻ ആണ്. ഒക്കെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഇവിടെ എന്താ ചെയ്യണ്ടേ? നമുക്ക് എങ്ങോട്ടാ പോകണ്ടേ? ഒന്നും മനസ്സിലാവാണ്ട് കൺഫ്യൂഷൻ ആയിട്ട് മനസ്സിലാവാണ്ടിരിക്കില്ലേ? അപ്പൊ എന്താ പറയാ? ഐ ആം കൺഫ്യൂസ്ഡ്. എങ്ങനെ പറയാം? ഐ ആം കൺഫ്യൂസ്ഡ് എന്ന് പറയാം അല്ലേ. വായിച്ചേ, ഐ ആം കൺഫ്യൂസ്ഡ്. എങ്ങനെയാണ്? ഐ ആം കൺഫ്യൂസ്ഡ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, കൺഫ്യൂസ്ഡ് ആണെന്ന് എങ്ങനെ പറയും? ഐ ആം കൺഫ്യൂസ്ഡ് എന്ന് പറയാം അല്ലേ. അപ്പൊ നിങ്ങൾക്കിനി ഭയങ്കര ദേഷ്യം വന്നു.
ഓക്കെ, എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യം വന്നു ഇങ്ങനെ നിങ്ങൾ വാശി പിടിച്ചിരിക്കാറില്ലേ? അച്ഛനോ അമ്മയോടോ അല്ലെങ്കിൽ ചേട്ടന്മാരോ ചേച്ചിമാരോടോ ഒക്കെ പിണങ്ങി ആ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ചുണ്ടു പിടിച്ച് വാശി പിടിച്ചിരിക്കാറില്ലേ? അപ്പൊ എങ്ങനെയാ പറയാൻ പറ്റുക? എനിക്ക് ദേഷ്യം പൊക്കോ എന്നെങ്ങനെ പറയും? ഐ ആം ആംഗ്രി എന്ന് പറയണം. എന്താണ്? ഐ ആം ആംഗ്രി. മിസ്സിന്റെ കുട്ടികൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ എന്ത് പറയും? ഐ ആം ആംഗ്രി എന്ന് പറയണം. എങ്ങനെയാണ്? ഐ ആം ആംഗ്രി അല്ലെ? ഐ ആം ആംഗ്രി, എനിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ് അല്ലെ ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയാ? ഐ ആം ആംഗ്രി. അപ്പൊ മിസ്സിന്റെ കുട്ടികൾ ഇന്ന് ഐ ആം വെച്ചിട്ട് കുറച്ച് വേർഡ്സ് പഠിച്ചല്ലേ? ഐ ആം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മിസ്സിന്റെ കുട്ടികൾ അടിപൊളിയായിട്ട് പഠിച്ചില്ലേ? അപ്പൊ ഇനി ഇതേപോലുള്ള